ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وما أرسلناك إلا رحمة للعالمين സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരൽപ്പം വിശദമായി തന്നെ അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു പഠന പരമ്പരയ്ക്കാണ് ഇന്ന് നാം തുടക്കം കുറിക്കുന്നത്. എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടുന്ന മഹനീയമായ ആ ചരിത്രം, അതിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ലോകമൊട്ടാകെയുള്ള പല ആളുകളും ദുഷിച്ച പ്രചരണങ്ങളും അതോടനുബന്ധമായ പല രൂപത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ലോകം കണ്ട മഹാനായ ആ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പഠിക്കലും മനസ്സിലാക്കലും പറയലും അത് പ്രചരിപ്പിക്കലും ആ മഹാവ്യക്തിത്വത്തിന്റെ ജീവിത മാതൃകകളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കലും സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമ്മൾ വളരെയേറെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും കടമപ്പെട്ടവരാണ് നാം എല്ലാവരും. അവിടുത്തെക്കുറിച്ച് ലോകത്തിന് പഠിപ്പിക്കേണ്ട ബാധ്യതയുള്ളവരാണ് ഓരോ മുസ്ലിമും. തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ തെറ്റിദ്ധാരണകൾക്ക് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ശക്തമായ മുന്നറിയിപ്പുകളും താക്കീതുകളും മറുപടികളും നൽകിക്കൊണ്ട് അവിടുത്തോടുള്ള നമ്മുടെ കടപ്പാട് നാം നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ്. ലോകത്ത് എല്ലാ സമുദായങ്ങളിലും താക്കീതുകാർ വന്നിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. മുന്നറിയിപ്പുകാർ, താക്കീതുകാർ കഴിഞ്ഞുപോയിട്ടില്ലാത്ത ഒരു സമുദായവുമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാണ് അല്ലാഹു പ്രവാചകന്മാരെ ഇങ്ങനെ അടിക്കടി നിയോഗിച്ചുകൊണ്ടിരുന്നത്? അല്ലാഹു തആല പറയുന്നു, റുസുലം മുബശ്ശിരീന വമുൻദിരീന
لئلا يكون للناس على الله حجة بعد الرسل. അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നത് മുബശ്ശിരീന, എങ്ങനെയുള്ളവരാണ് ആ നബിമാർ? സത്യവിശ്വാസം സ്വീകരിക്കുകയും ആ പ്രവാചകന്മാരെ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മരണാനന്തരമുള്ള ജീവിതത്തിൽ സുഖമുണ്ട്, സന്തോഷമുണ്ട് എന്ന സന്തോഷ വാർത്തകൾ അറിയിക്കുന്നവരായ നിലയിൽ, വമുൻദിരീന, ആ പ്രവാചകന്മാരുടെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അനുസരിക്കാത്ത ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ടാകുമെന്ന താക്കീത് നൽകുന്നവരായിക്കൊണ്ട്, ഇങ്ങനെ മുബശ്ശിരീങ്ങളും മുൻദിരീങ്ങളുമായിക്കൊണ്ട് പ്രവാചകന്മാര് വന്നത് ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ, ജനങ്ങൾക്കുണ്ടാകാതിരിക്കാനാണ്. അലല്ലാ, അല്ലാഹുവിന്റെ മേൽ ഹുജ്ജത്തുൻ, ഒരു തെളിവ്, ബഅദ റുസുൽ, പ്രവാചകന്മാർക്ക് ശേഷം ഞങ്ങളൊന്നും സത്യം അറിഞ്ഞില്ലല്ലോ എന്ന് പരലോകത്തവർ പറയാൻ ഇടവരരുത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി, അന്നഹു തആല അൻസല കുതുബഹു വഅർസല റുസുലഹു ബിൽ ബശാറതി വന്നദാറ വബയ്യന മാ യുഹിബ്ബുഹു വയർദാഹു മിമ്മാ യക്റഹുഹു വയഅബാഹു ലിഅല്ലാ യബ്ഖാ ലിൽ മുഅ്തദിരി ഉദ്റുൻ. എന്താണ് ഇബ്നു കസീർ റഹിമഹുല്ല വിശദീകരിക്കുന്നത്? അല്ലാഹു തആല അവന്റെ വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചു, അവന്റെ പ്രവാചകന്മാരെ അവൻ അയച്ചു തരികയും ചെയ്തു. സന്തോഷ വാർത്ത കൊണ്ടും താക്കീതുകൾ കൊണ്ടും ആ പ്രവാചകന്മാര് വന്നു. വബയ്യന മാ യുഹിബ്ബുഹു വയർദാഹ്, അല്ല എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ല എന്തൊക്കെ തൃപ്തിപ്പെടുന്നുണ്ട് എന്ന് അവർ വിശദീകരിച്ചു. അല്ല വിശദീകരിച്ചു. മിമ്മാ യക്റഹുഹു വയഅബാഹു, അല്ലാഹു എന്തൊക്കെ വെറുക്കുന്നു, അല്ല എന്തൊക്കെ വിസമ്മതിക്കുന്നു എന്നും അവൻ വിശദീകരിച്ചു തന്നു. ലിഅല്ലാ യബ്ഖാ ലിൽ മുഅ്തദിരി ഉദ്റുൻ, ഇനി നാളെ പരലോകത്ത് ഒരാളും അല്ലാഹുവിന്റെ മുമ്പിൽ പറയരുത് ഞങ്ങൾക്ക് സത്യം മനസ്സിലായില്ല, അതുകൊണ്ടാ ഞങ്ങൾ പഴച്ചുപോയത്, ഞങ്ങൾക്ക് സന്മാർഗം എന്താണെന്ന് അറിയിക്കാൻ ആള് വന്നില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആളുണ്ടായില്ല എന്ന് ഒരാൾക്കും ഉദ്ർ പറയാൻ, പ്രതിബന്ധം പറയാൻ, കാരണം പറയാൻ ഇല്ലാതിരിക്കുമാറ് അല്ലാഹു തആല പ്രവാചകന്മാരെ തുടരെ തുടരെയായി ലോകത്തേക്ക് അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ പ്രവാചകന്മാര് വന്നു. വന്ന പ്രവാചകന്മാർക്കൊക്കെയും ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഓരോ നബിമാരും അതാത് സമൂഹങ്ങളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു. നമുക്കറിയാം, ഓരോ പ്രവാചകന്മാരും നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് മാത്രമുള്ള നബിയായിരുന്നു. ഹൂദ് അലൈഹിസ്സലാം ആദ് ഗോത്രത്തിലേക്കുള്ള നബിയായിരുന്നു. സാലിഹ് അലൈഹിസ്സലാം സമൂദുകാരിലേക്കുള്ള നബിയായിരുന്നു. ശുഐബ് അലൈഹിസ്സലാം മദിയൻകാരിലേക്കുള്ള പ്രവാചകനായിരുന്നു. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാം ബനി ഇസ്രായേലിലേക്കുള്ള പ്രവാചകനായിരുന്നു. ഈസാ അലൈഹിസ്സലാമും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെയും അതാത് സമൂഹങ്ങളിലേക്ക് മാത്രം പ്രവാചകനായി അയക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹു തആല പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയായിട്ടല്ലാതെ നാം താങ്കളെ അയച്ചിട്ടില്ല എന്നാണ്. എല്ലാവരിലേക്കും, മനുഷ്യരിലേക്കും മാത്രമല്ല ജിന്നുകളിലേക്കുമുള്ള, രണ്ട് വിഭാഗം ആളുകളിലേക്കുമുള്ള, മുഴുവൻ ആളുകളിലേക്കും, അഥവാ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ പിൽക്കാലക്കാരെന്ന വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്തവണ്ണം എല്ലാ സമൂഹങ്ങളിലേക്കും, മനുഷ്യരിലേക്കും, ജിന്നുകളിലേക്കുമുള്ള പ്രവാചകനായിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. ലോകത്തിന് മുഴുവൻ കാരുണ്യമായിക്കൊണ്ടാണ് അവിടുത്തെ നിയോഗം. മനുഷ്യർക്ക് എന്നല്ല, അറബികൾക്കെന്നല്ല, മുസ്ലിമീങ്ങൾക്കെന്നല്ല, ലോകത്തിന് മുഴുവനും എല്ലാവർക്കും കാരുണ്യമായിക്കൊണ്ട്, കരുണയുടെ സന്ദേശവും സ്വഭാവവുമായിക്കൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ പ്രവാചകന്മാരുടെയും ദൗത്യത്തിന്റെ പൂർത്തീകരണം എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗം. ഇനി ഒരു നബി ഇങ്ങോട്ട് ഭൂമുഖത്തേക്ക് വരാനില്ല.
പ്രവാചകൻ എന്ന നിലക്ക്, ജനങ്ങൾക്ക് പുതിയ ഒരു നിയമം പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ, നബി എന്ന നിലക്ക് ഒരു പ്രവാചകനും ഇനി ഒരു പുതിയ നിയമവുമായി ലോകത്തേക്ക് വരാനില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമോടുകൂടി ഇസ്ലാമാകുന്ന സൗധം, ഇസ്ലാമാകുന്ന മണിമാളികയുടെ നിർമ്മാണം പടച്ച റബ്ബ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ നിർമ്മാണത്തിലേക്കൊന്നും ചേർക്കാനോ അതിൽ നിന്ന് വല്ലതും എടുത്തുകളയാനോ ഇല്ല. സമ്പൂർണമായ നിലയ്ക്ക് ഇസ്ലാം എന്ന ഈ പരിപൂർണമായ സൗധം അത് കൃത്യമായ നിലക്ക് അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്കത് ഒരു ഉപമാരൂപത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന മസലി വമസലുൽ അംബിയാഇ മിൻ ഖബ്ലി കമസലി റജുലിൻ ബനാ ബൈതൻ ഫഅഹ്സനഹു ഫഅജ്മലഹു ഇല്ലാ മൗദിഅ ലബനത്തിൻ മിൻ സാവിയത്തിൻ മിൻ സവായാഹു فجعل الناس يطوفون به ويعجبون له ويقولون هلا وضعت هذه اللبنة قال فأنا اللبنة وأنا خاتم النبيين. ഇമാം ബുഖാരി റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെയും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും ഉദാഹരണം, എന്നെപ്പറ്റിയും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ നബിമാരെ പറ്റിയും ഒരു ഉപമാരൂപത്തിൽ പറയുകയാണെങ്കിൽ, ഉദാഹരണ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഏതുപോലെയാണ്? കമസലി റജുലിൻ, ഒരാളെ പോലെയാണ്. അയാൾ എന്തു ചെയ്തു? ബനാ ബൈതൻ, അയാൾ ഒരു വീടുണ്ടാക്കി, അയാൾ ഒരു വീട് നിർമ്മിച്ചു. ആ വീട് നിർമ്മിച്ചു എന്ന് മാത്രമല്ല, നിർമ്മാണത്തിൽ ഫഅഹ്സനഹു, വളരെ ഭംഗിയായിട്ടാണ് ആ വീട് നിർമ്മിച്ചത്. ഫഅജ്മലഹു, വളരെ നല്ല നിലക്ക് അതിന്റെ വളരെ മോടിയും അലങ്കാരവും ഭംഗിയുമൊക്കെ പൂർത്തീകരിച്ച നിലക്ക് അയാളൊരു വീടുണ്ടാക്കി. പക്ഷേ ഇല്ലാ മൗദിഅ ലബനത്തിൻ മിൻ സാവിയത്തിൻ മിൻ സവായഹു, ആ വീടിന്റെ ഒരു കോർണറിൽ, ഒരു മൂലയിൽ, ചുമരിന്റെ ഒരു ഭാഗത്ത് ഒരു ഇഷ്ടികക്കുള്ള സ്ഥലം അയാൾ ഒഴിച്ചിട്ടു. ഒരു ഇഷ്ടിക വെക്കുന്ന സ്ഥലം മാത്രം ഒഴിഞ്ഞു കിടക്കുന്നു. മറ്റെല്ലാം കൊണ്ടും ആ ബിൽഡിംഗ് പരിപൂർണമാണ്, ഭംഗിയാർന്നതാണ്, അഴകാർന്നതാണ്, പ്രൗഢിയുള്ള ബിൽഡിംഗ് ആണ്. അങ്ങനെ ഫജഅല الناس, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറയാണ്, ഫജഅല الناس യതൂഫൂന ബിഹി, ജനങ്ങളൊക്കെ ആ വീട് കാണാൻ വേണ്ടി വന്നു. അതിന്റെ ചുറ്റും അവർ കറങ്ങി നടന്നു, ആ വീടിന്റെ ഭംഗി ആസ്വദിച്ചു. വയഅജബൂന ലഹു, അവരതിന്റെ അലങ്കാരവും അതിന്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് അവരിങ്ങനെ അത്ഭുതം കൂറി, അവരിങ്ങനെ വളരെ ഇഷ്ടപ്പെട്ടു, അതിനെപ്പറ്റി ഇങ്ങനെ പ്രശംസിച്ചു പറഞ്ഞു. പക്ഷെ അതിനിടക്കാണ് ഒരു ചെറിയ ഒരു ഇഷ്ടികയുടെ ദ്വാരം, അത് പൂർത്തിയാകാതെ വെക്കപ്പെടാത്ത നിലക്ക് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. വയഖൂലൂന, അപ്പോൾ അവർ പറഞ്ഞു, ഹല്ലാ വുദിഅത് ഹാദിഹിൽ ലബന, ഈ ഒരു ഇഷ്ടിക കൂടി വെക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ വീട് എത്ര ഭംഗിയാകുമായിരുന്നു. ഒരു കുഴപ്പം ഈ വീടിനില്ല, ഒരു ഇഷ്ടികന്റെ ഒരു സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ, അതും കൂടിയാണ് വെച്ചിരുന്നെങ്കിൽ എന്ന് ചുറ്റി നടന്ന് ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പറയാൻ തുടങ്ങി. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അവിടുന്ന് പറയാണ്, ഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഅനൽ ലബിന, ഞാനാണ് ആ ഇഷ്ടിക. അവിടെ പൂർത്തിയാക്കാൻ വേണ്ടി വെക്കപ്പെടേണ്ടുന്ന ഇഷ്ടിക ഞാനാകുന്നു. വഅന ഖാതിമുൻ നബിയീൻ, ഞാനാണ് പ്രവാചകന്മാരിൽ അവസാനം കുറിച്ചു കൊണ്ടുവന്നയാള് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്താണ് അതിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്? പരിപൂർണമായ ഇസ്ലാമാകുന്ന സൗധത്തിന്റെ ഒരൽപ്പ ഭാഗം കൂടി മാത്രമേ നിർമ്മാണത്തിന്റെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് എന്റെ വരവോടുകൂടെ ആ കോളവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം വളരെ സുദൃഢമാണ്, അഴകുള്ളതാണ്, ഭംഗിയാർന്നതാണ്, അലങ്കാരമുള്ള ദീനാണ്, എല്ലാം തികഞ്ഞ ദീനാണ്. ഇതിൽ നിന്നൊന്നും എടുത്തു മാറ്റിയാൽ ഇതിൽ കുറവ് വരും. ഇതിലേക്ക് വല്ലതും കൂട്ടിച്ചേർത്താൽ ഇത് വികലമാകും, വികൃതമാകും. അതുകൊണ്ട് ഉള്ള പ്രൗഢിയോടെ, പ്രതാപത്തോടെ അത് നിലനിൽക്കേണ്ടതുണ്ട്. ഞാനാണ് പ്രവാചകന്മാരുടെ അന്ത്യം കുറിച്ചു കൊണ്ടുവന്നയാള്. ഇനി എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. ഇനി ആരെങ്കിലും എനിക്ക് ശേഷം നബിയാന്ന് പറഞ്ഞു വന്നാലോ അവൻ കള്ളനാണ്, അവൻ ദജ്ജാലാണ്, അവൻ കദ്ദാബാണ്, അവനെ അംഗീകരിക്കാൻ മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന സന്ദേശം മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിച്ചു. പ്രവാചകൻ ഓർത്തിട്ടുണ്ട്, എന്റെ പൂർവീകരായ, എന്റെ നേതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് അവിടുന്ന് ഇടക്ക് ഓർക്കാറുണ്ടായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്ക രാജ്യത്ത് നിന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയുണ്ടായി. എത്രായിരം കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കുമത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്താണ് അവിടുന്ന് ഒന്നുമില്ലാതിരുന്ന മക്കയുടെ മണലാരണ്യത്തിൽ, മരുഭൂമിയിൽ, മരുക്കാട്ടിൽ നിന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വബ്അസ് ഫീഹിം, നീ അവരിൽ നിയോഗിക്കുകയും വേണമേ, റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ, ആ ദൂതൻ വന്നിട്ട് യത്ലൂ അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ ആ ജനങ്ങൾക്ക്, അവർക്ക് ആ ദൂതൻ ഓതിക്കൊടുക്കുന്നു, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ ജനങ്ങൾക്ക് വേദഗ്രന്ഥവും വേദഗ്രന്ഥം മനസ്സിലാക്കാൻ ആവശ്യമായ തത്വജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളും ആ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, വയുസക്കീഹിം, അവരെ അതിലൂടെ ആ പ്രവാചകൻ സംസ്കരിച്ച് നന്നാക്കിയെടുക്കുന്നു. അങ്ങനത്തെ ഒരു നബിയെ, അങ്ങനത്തെ ഒരു റസൂലിനെ നീ അവരിൽ അയക്കേണമേ എന്നാര് പ്രാർത്ഥിച്ചിരുന്നു? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. വർഷങ്ങൾക്ക് ശേഷം, സംവത്സരങ്ങൾക്ക് ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവോടെ, ഇവിടുന്ന് പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വന്നതോടെ, ആ വലിയ, ഏറ്റവും വലിയ ഉത്തമമായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരിക എന്ന മറ്റുള്ള മതവിഭാഗങ്ങൾ വരെ അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ സൂചനകളും അല്ലാത്തതുമായി മനസ്സിലാക്കിയ കാത്തിരുന്ന പ്രവാചകൻ എന്ന് പറയുന്ന, ഏതാണ് ആ പ്രവാചകൻ? അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലുമൊക്കെ രേഖപ്പെടുത്തപ്പെട്ട പ്രവാചകൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് യഹൂദികൾക്കും നസറാനികൾക്കുമൊക്കെ ഒരു പ്രവാചകൻ അവസാനം വരാനുണ്ടെന്നും ആ പ്രവാചകന്റെ ചില പ്രത്യേകതകളും സവിശേഷ ഗുണങ്ങളുമൊക്കെ അവർക്ക് പോലും വായിച്ചെടുക്കാവുന്ന നിലക്ക് യഹൂദികൾക്കും നസറാനികൾക്കും അവരുടെ വേദഗ്രന്ഥങ്ങളായ തൗറാത്തിൽ നിന്നും ഇൻജീലിൽ നിന്നുമൊക്കെ ഗ്രഹിക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്നൊരു പ്രവാചകനായിരുന്നു വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മനുഷ്യന്റെ അസൂയയും കുടിപ്പകയും മുഖേന യഹൂദിയായിരുന്നു ആദ്യം വിശ്വസിക്കേണ്ടിയിരുന്നതെങ്കിലും അസൂയമൂത്ത യഹൂദിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവ് ഇഷ്ടമായില്ല. അവരദ്ദേഹത്തെ വിശ്വസിച്ചില്ല എന്നത് വേറെ കാര്യം. ഞാനിപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ലോകം മുഴുവൻ കാത്തിരുന്ന, അതേ മുൻ വേദഗ്രന്ഥങ്ങളിൽ പോലും പരാമർശമുള്ള, സുവിശേഷമറിയിക്കപ്പെട്ടിട്ടുള്ള ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കുറിച്ച് മുസ്ലിമീങ്ങളെന്ന് പറയുന്നവർക്ക് പോലും കൃത്യമാരണയില്ല എന്ന് തോന്നുന്നു. ഇസ്ലാമിന്റെ ഈ പ്രവാചകനെ കുറിച്ച് കുബുദ്ധികൾ പലതും പ്രചരിപ്പിക്കുമ്പോൾ പ്രമാണബദ്ധമായി അതിന് മറുപടി പറയാനുള്ള കരുത്ത് ഓരോ മുസ്ലിം സ്ത്രീ പുരുഷന്മാരും നേടിയെടുക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ ഈ വിഷയം തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കിതിന് വിവിധ വശങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരുപാട് സവിശേഷതകൾ, അതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സൃഷ്ടിച്ചത് എന്തിൽ നിന്ന് എന്ന ഒരു ചർച്ച ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൃഷ്ടിപ്പ് എന്തിൽ നിന്നാണ്? ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അല്ലാഹു സൃഷ്ടിച്ചത് എന്തിൽ നിന്ന് എന്ന് ചോദിച്ചാൽ മണ്ണിൽ നിന്ന് എന്നാണ് ഉത്തരം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു കളിമണ്ണിൽ നിന്നാണ്, അല്ലാഹുവിന്റെ ഇരു കൈകൾ മുഖേന അവൻ തന്നെയാണ് നേർക്കുനേരെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ മുഴുവനും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്ന്, നേർക്കുനേരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് ആദം അലൈഹിസ്സലാമാണെങ്കിൽ ആ മണ്ണിൽ തഴച്ച് വളരുന്ന വിത്തുകളും സസ്യലതാദികളും അത് മുളച്ച് അത് ഉൽപ്പന്നങ്ങളായി മാറി അതിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച് മനുഷ്യനതാ അവന്റെ ശരീരത്തിൽ ബീജം ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യന്റെ ജനനം, മനുഷ്യന്റെ ജന്മം. ഇതിലാർക്കും തർക്കമില്ല.
അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ചലപില ശബ്ദമുണ്ടാക്കുന്ന ഒരു തരം കറുത്ത കളിമണ്ണിൽ നിന്നാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അല്ലാഹു ആ മണ്ണിനെ സംബന്ധിച്ച്, സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെയുള്ള മറ്റൊരു വിഭാഗമാണ് ജിന്നുകൾ. ആ ജിന്നുകളുടെ സൃഷ്ടിപ്പ് മനുഷ്യനെ പോലെ അല്ലാഹു മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, അഗ്നിയുടെ ജ്വാലയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അഗ്നിയുടെ ജ്വാലയിൽ നിന്ന്. ഇനി അതാ ഹദീസിൽ കാണാം, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു മിൻ നൂരിൻ, പ്രകാശത്തിൽ നിന്ന്. മലക്കുകളുടെ സൃഷ്ടിപ്പ് ഈ രണ്ടിൽ നിന്നുമല്ല. മനുഷ്യരെ സൃഷ്ടിച്ചതുപോലെ മണ്ണിൽ നിന്നല്ല, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തീയുടെ നാളത്തിൽ നിന്നല്ല, മറിച്ച് ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, അഗ്നിയുടെ ജ്വാലയിൽ നിന്ന്, തീനാളത്തിൽ നിന്നാണ് ജിന്നുകളുടെ സൃഷ്ടിപ്പ്. വഖുലിഖ ആദമു മിമ്മാ വുസിഫ ലക്കും, നിങ്ങൾക്ക് വർണ്ണിച്ച് തരപ്പെട്ടതുപോലെ, നിങ്ങളോട് പഠിപ്പിക്കപ്പെട്ടതുപോലെ ആദം സൃഷ്ടിക്കപ്പെട്ടത് അതിൽ നിന്നുമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും കാണാം, മിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അവൻ നിങ്ങളെ തുറാബിൽ നിന്നാണ് സൃഷ്ടിച്ചത്, മണ്ണിൽ നിന്ന്. അതെ, ഖലഖഹു മിൻ തുറാബിൻ, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, ഓരോരുത്തിനെയും ഓരോന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിഞ്ഞുകൂടാ, നമുക്ക് അഭിപ്രായം പറയാൻ കഴിയാത്ത മേഖലയാണത്, അഭിപ്രായം പറയാൻ പാടില്ലാത്ത മേഖലയുമാണ്. ആരെയൊക്കെ എന്തിൽ നിന്നെല്ലാം സൃഷ്ടിച്ചു എന്ന് പറയാൻ നമുക്കധികാരമില്ല. സൃഷ്ടാവായ അള്ളയാണത് പറയേണ്ടത്. ഒന്നുകിൽ പരിശുദ്ധ ഖുർആനിൽ വേണം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതെന്ന് ലോകം കുറ്റമറ്റ രീതിയിൽ അംഗീകരിക്കുന്ന സനദോടുകൂടി, സ്വഹീഹായ പരമ്പരയോടുകൂടി ഹദീസുകളിൽ വേണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വിഷയത്തെ സമീപിക്കേണ്ടത്. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നായതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു മോശത്തരവുമില്ല, ഒരു കുറവുമില്ല. അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ജിന്നുകളെക്കാളും, പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന മലക്കുകളെക്കാളും അല്ലാഹു തആല പ്രത്യേകം ആദരവ് നൽകിയിട്ടുള്ളത് ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടികർമ്മം അല്ലാഹു പൂർത്തീകരിച്ചതിന്റെ ശേഷം പ്രകാശത്തിൽ നിന്ന് പടക്കപ്പെട്ട മലക്കുകളോട് പോലും അല്ലാഹു തആല പറഞ്ഞത്, അതേ, ഉസ്ജുദൂ ലി ആദം, ആദമിന് നമിക്കണം, സുജൂദ് ചെയ്യണം എന്നാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത കുറെ ഇൽമുകൾ അല്ലാഹു തആല ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത്? ആദം അലൈഹിസ്സലാമിനാണ്. ഖുർആൻ അത് പറയുന്നു, അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദമിന് എല്ലാ നാമങ്ങളും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ആ ഇൽമു പോലും മലക്കുകൾക്കുണ്ടായിരുന്നില്ല. ഈ നിലക്കുള്ള മഹത്വമൊക്കെ ഒരു മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു മോശത്തരമാണെന്ന് ആരെങ്കിലും വിചാരിച്ചു പോയെങ്കിൽ അല്ല എന്നാണ് പറയാനുള്ളത്. എന്തിനാണ് ഞാൻ ഈ ആമുഖം സൂചിപ്പിച്ചത്? പലരും വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ നിന്നാണ് എന്ന്. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്, അള്ളാഹു ആദ്യമായി പടച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്തെയാണെന്നും അള്ളാന്റെ പ്രകാശത്തിൽ നിന്ന് അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സൃഷ്ടിച്ചുവെന്നും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്തിൽ നിന്ന് മറ്റുള്ള ചരാചരങ്ങളെ മുഴുവനും അല്ലാഹ് പടച്ചുവെന്നുമുള്ള
ഒരു പ്രകാശത്തിൽ നിന്നുള്ള ഒരു സൃഷ്ടിപ്പ് നടന്നു എന്ന് പ്രമാണങ്ങളിലില്ലാത്ത ചില പ്രചരണങ്ങൾ ആരൊക്കെയോ കേട്ടുകേൾവിയുടെയും അതുപോലെ തന്നെ പാരമ്പര്യമായി എഴുതിപ്പോന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ നാം ചെറുപ്പത്തിൽ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങളിൽ 3ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ ചരിത്ര പാഠത്തിൽ ഒരു പാഠം നമുക്കിങ്ങനെ വായിക്കാം. ആ പാഠത്തിന്റെ തലക്കെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം എന്നാണ്. എന്നിട്ട് അതിന്റെ കീഴെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ അള്ളാന്റെ റസൂലിന്റെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ നിന്ന്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി അള്ളവിടെ ആദ്യം പടച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൂറിനെയാണ്. അങ്ങനെയാണ് ഒരു ഒളി. അതാണ് പല കവിതകളിലും മാലപ്പാട്ടുകളിലൊക്കെ ആദി ഒളിവായി, അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്നു വെളിവായി എന്ന് ചില മാലപ്പാട്ടുകളിലും കൃതികളിലൊക്കെ പറയുന്നത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. അങ്ങനെ ആദമായി വന്നു, പിന്നെ പ്രവാചകന്മാരൊക്കെ ആയി വന്നു, അംബിയ ഔലിയ ആയി വന്നു അവസാനം മക്കത്തതു തന്നെ വന്നു. അങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഖിയാമത്ത് നാളോളം വരുന്നത് അത് നിലച്ചാൽ അന്ന് ലോകാവസാനമാണ് എന്നൊക്കെ പാടിപ്പറയുന്ന ചില കൃതികളുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമാണത്. നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹ് എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുന്നും ഒരു മനുഷ്യനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. അവിടുത്തോട് അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള അത്ഭുതങ്ങളും ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് മക്കയിലെ അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് മറുപടി കൊടുത്തത് എന്താണ്? ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. നബിയെ പറയൂ, എന്റെ നാഥൻ എത്ര പരിശുദ്ധനാണ്. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലാതെ മറ്റാരാണ്? ഞാനൊരു മനുഷ്യനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിച്ചത്. അപ്പോ മനുഷ്യനെ സൃഷ്ടിച്ചാൽ, മനുഷ്യനാണെന്ന് ഉറപ്പായാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ എന്ന നിലക്ക് അവിടുത്തെ സൃഷ്ടിപ്പും സാധാരണ പോലെ തന്നെ ഈ നിലക്ക് തന്നെയാണ്. ഒരു പ്രകാശത്തിൽ നിന്നുള്ള സൃഷ്ടിപ്പല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അതിസുബദ്ധമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന വിശ്വാസം. ഇനി സഹോദരന്മാരെ, ഈ വിശ്വാസം എങ്ങനെ മനുഷ്യരുടെ കടന്നുകൂടി? പ്രമാണങ്ങളിൽ ഇല്ലാതെ വിശ്വസിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ വേണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം എന്നെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് എന്നവിടുന്ന് പറയണം. അതില്ലാത്ത സ്ഥിതിക്ക് പിൽക്കാലത്തുണ്ടായ എവിടെ നിന്നോ വലിഞ്ഞു കയറിയിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണത്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നു വീഴുന്ന തറവാട്, കുടുംബ പരമ്പര, എല്ലാ പ്രവാചകന്മാരും വളരെ അറിയപ്പെട്ട പരമ്പരയിലും തറവാട്ടിലുമാണ് ജനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അങ്ങനെ തന്നെ അത്യുത്തമമായ ഒരു പരമ്പരയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്മായിൽ സന്തതികളിൽ നിന്ന് കിനാനയെ അല്ലാഹ് തെരഞ്ഞെടുത്തു. കിനാന, ആ കിനാനത്തിൽ നിന്ന് ഖുറൈശികളെ അല്ലാഹ് തെരഞ്ഞെടുത്തു. വസ്തഫാ ബിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ഹാഷിം കുടുംബത്തെയും ഹാഷിം കുടുംബത്തിൽ നിന്ന് എന്നെയും അല്ലാഹ് തെരഞ്ഞെടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പേര് കേട്ട പ്രശസ്തമായ നല്ല രൂപത്തിലുള്ള പ്രസിദ്ധിയുള്ള ഒരു തറവാട്ടിലാണ്, ഒരു പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികളെ സംബന്ധിച്ചിടത്തോളം ഉന്നത കുലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം. പ്രവാചകനോട് വെറുപ്പുണ്ടായിരുന്ന ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കുടുംബ മഹിമയെ നിഷേധിച്ചു കളഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വളരെ വൈകി ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹാബിയാണ്. ആദ്യഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരാൻ മടിച്ചു നിന്നിരുന്ന ഒരാളാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹിർക്കൽ രാജാവിനെ സമീപിച്ചപ്പോൾ, ഹിർക്കൽ രാജാവ് അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമികമായ ദഅവത്തുമായി വന്ന കാലഘട്ടത്തിൽ ഹിർക്കൽ രാജാവിന്റെ മുമ്പിൽ പോയി അബൂ സുഫിയാൻ ഇങ്ങനെ മുഹമ്മദിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അബൂ സുഫിയാനോട് രാജാവ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചോദ്യം എന്തായിരുന്നു എന്നറിയോ?
നിങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ വ്യക്തിത്വത്തിന്റെ കൈഫ നസബുഹു ഫീക്കും, അയാളുടെ തറവാട് എങ്ങനെയുണ്ട്, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയും തറവാടൊക്കെ എങ്ങനെയാണ്? ഖാല, അപ്പൊ അബൂ സുഫിയാൻ പറഞ്ഞു, അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാ, അയാൾ മോശമാണ്, അയാളുടെ കുടുംബമൊക്കെ വളരെ മോശമാണ്, കാരണം ഇയാൾ മുസ്ലിം ആയിട്ടില്ല, ഇസ്ലാമിനോട് ശത്രുത ഉണ്ട്. പക്ഷെ ആ ശത്രുതയുണ്ടെങ്കിൽ പോലും സത്യം മറച്ചു വെക്കാൻ അബൂ സുഫിയാൻ കഴിഞ്ഞില്ല. ആ രാജസന്നിധിയിൽ വെച്ച് പോലും അദ്ദേഹം പറഞ്ഞു, ഹുവ ഫീനാ സൂ നസബിൻ, അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തമായ ഫാമിലിയാണ്, വളരെ നല്ല പരമ്പരയാണ്, നല്ല കുടുംബ മഹാത്മ്യമുള്ള ഉന്നത കുലത്തിലാണ് ജനിച്ചിട്ടുള്ളത്. ആ അവസരത്തിൽ അത് കേട്ടപ്പോ അവസാനം ആ സംഭാഷണത്തിനൊടുവിൽ ഹിറക്കൽ രാജാവ് അബൂ സുഫിയാനെ ധരിപ്പിച്ചു, ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ അദ്ദേഹത്തിന്റെ തറവാടിത്ത മേന്മയെക്കുറിച്ച്? അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹം നല്ല ഉന്നത കുലജാതനാണെന്ന് പറഞ്ഞില്ലേ? ഫകദാലിക തുബഅസുർ റുസുൽ ഫീ അൻസാബി ഖൗമിഹാ, അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം. അവരുടെ ആ പ്രവാചകന്മാരൊക്കെ നിയുക്തരാകാറുള്ളത് അവരുടെ ജനതയുടെ ഏറ്റവും ഉത്തമമായ പരമ്പരയിലാണ് അവരൊക്കെ ജനിച്ചു വീഴാറുള്ളത് എന്ന് ഹിർക്കൽ രാജാവ് അബൂ സുഫിയാനെ ഓർമ്മപ്പെടുത്തി എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും റഹിമഹുമല്ലാഹ് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശത്രുക്കൾ എന്തൊക്കെ അവിടുത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാഹിറാണ്, മാരണക്കാരനാണ്, മജീഷ്യനാണ്, പാട്ടുകാരനാണ്, മജ്നൂനാണ്, ഭ്രാന്തനാണ്, പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു മോശം ഫാമിലി എന്നാ വന്നിട്ടുള്ളത്, വിചാരത്തിലൊക്കെ നടക്കണേ അല്ലെങ്കിൽ ഒരു ഇതുമില്ലാത്ത കുടുംബത്തിൽ നിന്നാ വന്നത് എന്ന് അവരാരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആ നിലക്കുള്ള ഒരു പേരുള്ള കുടുംബത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം. ഇത് പറയുമ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപ്പ അബ്ദുള്ള വരെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ മുതൽ പ്രവാചകന്റെ ഉമ്മയായ ആമിന വരെയുമുള്ള ആ കണ്ണിയിലുള്ള എല്ലാ ആളുകളും മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമാണെന്ന് വരേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെ വരേണ്ടതില്ല. ചിലരങ്ങനെ വിചാരിച്ചത് എല്ലാവരും ആ പരമ്പരയിൽ എല്ലാവരും മുസ്ലിമീങ്ങളായിരിക്കണം, എല്ലാവരും മുഅ്മിനീങ്ങളായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അവിടുത്തെ പിതാവിനെ സംബന്ധിച്ചും മാതാവിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞതെങ്കിൽ അതിലപ്പുറമൊന്നും പറയാൻ നമുക്ക് പറയാൻ പാടില്ല. അവിടുത്തെ മാതാപിതാക്കളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞതെങ്കിൽ അത് മാത്രം പറയുക, അതിലപ്പുറം നമുക്ക് പറയാൻ ആളല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്റെ പിതാവും നിന്റെ ഒരു സഹാബിയോട് പറഞ്ഞു, എന്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സഹീഹായ ഹദീസാണ്. അതുപോലെ തന്റെ ഉമ്മയുടെ മരണശേഷം ഉമ്മയുടെ ഖബർ സന്ദർശനത്തിന് പോയി അള്ളാഹുവിനോട് ഉമ്മാക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ അള്ളാഹു അനുവാദം കൊടുത്തില്ല. സന്ദർശിച്ചോളൂ, അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കരുത് എന്ന് എന്നെ വിലക്കിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതൊരു വിശാലമായ വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാതാപിതാക്കളെ കുറിച്ച് എന്താണോ അവിടുന്ന് പറഞ്ഞതെങ്കിൽ അതിലപ്പുറം പറയാൻ നമുക്ക് പാടില്ല, അതിലപ്പുറം നമ്മൾ പറയേണ്ടതില്ല. അവിടുന്ന് പറഞ്ഞിടത്ത് നിൽക്കുക, അതിലപ്പുറമുള്ള വിവരണങ്ങൾക്ക് ആവശ്യമില്ല. എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു പരമ്പരയിൽ ഒരാൾ മുഴുവൻ മുസ്ലിമായി കൊള്ളണം എന്നൊന്നും അല്ലാഹു നിയമം വെച്ചിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം കാഫിറായ പിതാവിൽ നിന്നാണ് ഉണ്ടായത്. നൂഹ് നബി അലൈഹിസ്സലാമിന് മകനുണ്ടായി, കാഫിറായിരുന്നു. അതൊന്നും ഒരാളുടെ വ്യക്തിത്വത്തെയോ പവിത്രതയെയോ മാഹാത്മ്യത്തെയോ ഒരിക്കലും കുറച്ചു കാണിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നത് നമ്മൾ ഉദ്ധരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, നിങ്ങൾക്ക് ശാപമുണ്ടാകും, അള്ളാന്റെ ലഅനത്തുണ്ടാകുമെന്ന്. നമ്മൾ മനസ്സിലാക്കണം, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആ സഹീഹ് മുസ്ലിം അങ്ങനെ ശാപത്തിന് അർഹനാകുന്നയാളാണോ? ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതല്ലാതെ നമ്മുടെ വകയായിട്ട് പറയുന്നതല്ല. അവർക്കൊക്കെയും അല്ലാഹുവിന്റെ ശാപമാണോ? നമ്മൾ മനസ്സിലാക്കണം, പ്രമാണങ്ങളിൽ ഉള്ളത് പറയുക, ഇല്ലാത്തതില്ലെന്ന് വിട്ടു നിൽക്കുക. അതാണ് സത്യവിശ്വാസികൾ ഏത് കാര്യത്തോടും സമീപിക്കേണ്ടുന്ന യഥാർത്ഥമായ രീതിയും ശൈലിയും എന്ന് സാന്ദർഭികമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ശരി സഹോദരന്മാരെ, അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജനനം, ആ ജനനം ഒരു തിങ്കളാഴ്ചയായിരുന്നു.
ഏത് വർഷമാണ് അവിടുന്ന് ജനിച്ചത്? ആമുൽ ഫീൽ എന്നാണ് അവിടുന്ന് ജനിച്ച വർഷത്തിന് പേരിടപ്പെട്ടിട്ടുള്ളത്. എന്താണ് ആമുൽ ഫീൽ? ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കലഹം നടന്ന സംഭവം നടന്ന കൊല്ലം. ആ കൊല്ലത്തിലാണ് നമ്മളിപ്പോ സാധാരണ ഒരാളുടെ പ്രായവും കാര്യമൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംഭവത്തെ ആസ്പദാക്കിയിട്ട് അന്ന് എനിക്ക് ഇത്ര വയസ്സാണ്, അല്ലെങ്കിൽ അന്നാണ് ഇന്നാളുടെ ജനനം നടന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കാര്യം പറയുമ്പോൾ 921 കാലത്ത്, അല്ലെങ്കിൽ ഖിലാഫത്തിന്റെ കാലത്ത്, അല്ലെങ്കിൽ പണ്ടാ വെള്ളപ്പൊക്കണ്ടായ കാലത്ത് എന്നൊക്കെയാ പറയാ. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനത്തെക്കുറിച്ച് ചരിത്രകാരന്മാര് പറയുന്നത് അവിടുന്ന് ഉലിദ ആമൽ ഫീൽ യതീമാ എന്നാണ്. അവിടുന്ന് ആമുൽ ഫീൽ, ആനക്കലഹ സംഭവം നടന്ന വർഷത്തിൽ. എന്താണ് ആനക്കലഹ സംഭവം നടന്നത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ ഫഅർസല അലൈഹിം തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. യമനിൽ നിന്ന് അബ്രഹത്തിന്റെ പട്ടാളം, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന ആ കൊല്ലം അബ്രഹത്തിന്റെ പട്ടാളം വരുന്നു കഅബ പൊളിക്കാൻ. ആനപ്പടയോടുകൂടെയാണ് അവന്റെ സൈന്യം വരുന്നത്. കഅബ പൊളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു വന്ന അവന് കഅബയോടടുക്കുന്നതിന്റെ എത്രയോ വാര അപ്പുറത്ത് വെച്ച് തന്നെ പടച്ച തമ്പുരാന്റെ അദാബ് ഉണ്ടാവുകയാണ്, അള്ളാഹുവിന്റെ ശിക്ഷയുണ്ടാവുകയാണ്. ഏത് കുതന്ത്രവും ഏത് രൂപത്തിലുള്ള പ്ലാനിങ്ങുമായിട്ടാണോ അബ്രഹത്തും അവന്റെ പട്ടാളവും വന്നതെങ്കിൽ അല്ലാഹ് പറയുന്നു, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും നാം പിഴവിലാക്കിയില്ലയോ? ഒരു കുതന്ത്രവും നടന്നില്ല, ഒരു പ്ലാനും നടന്നില്ല. പിന്നെ എന്ത് ചെയ്തു? അതേ അല്ലാഹു റബ്ബുൽ ആലമീൻ ചില പക്ഷികളെ ആ പക്ഷികളുടെ കൊക്കുകളിലും കാലുകളിലുമായി കൊണ്ട് ചില കല്ലുകളുമായി കൊണ്ടയച്ചു. അതേ തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുപ്പിക്കപ്പെട്ട രൂപത്തിലുള്ള പ്രത്യേകതരം കല്ലുകൾ മുഖേന സൈന്യങ്ങൾക്കും ആനക്കൊക്കെ ഏറ് കിട്ടുന്നു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്ന് ചവച്ച് തള്ളപ്പെട്ട ചവച്ച് ചണ്ടികളെ പോലെ, വൈക്കോൽ കൂനകളെ പോലെ, വൈക്കോൽ തുരുമ്പുകളെ പോലെ അവരായി തീർന്നു. അല്ലാഹ് അവരെ നശിപ്പിച്ചു. ആ സംഭവം നടന്ന കൊല്ലം, ആ സംഭവത്തിന്റെ ശേഷം ആ സംഭവം നടന്ന കൊല്ലമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം. ഏത് മാസത്തില്, ഏത് ദിവസത്തില്, ഏത് ഡേറ്റ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിൽ തന്നെയുണ്ട്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ പറയും, അത് നിങ്ങൾ അങ്ങനെ പറയുന്നതാണ്, നിങ്ങൾക്ക് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം ആഘോഷിക്കണ്ടെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയതാണ്, അവിടുന്ന് ജനിച്ച ദിവസം ഏതാണ് ഇപ്പോഴും ഉറപ്പായിട്ട് അഭിപ്രായമില്ല, അതിനു വേണ്ടി പറയുന്നതൊന്നുമല്ല. അങ്ങനെ ഒരു പ്രചരണം സമൂഹത്തിൽ പലരും നടത്താറുണ്ട്. വസ്തുത പറയുകയാണ് സഹോദരങ്ങളെ, നമ്മൾ ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഞങ്ങളാണ് മദ്ഹ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മദ്ഹ് കെട്ടി ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടാക്കിയ ഒരു മൗലീദ് കിതാബിന്റെ പേരാണ് ബർസംജി മൗലിദ്. ഇനിയിപ്പോ ഈ പറയുന്നത് ഏതായാലും ആ വിഭാഗം ആൾക്കാർ തള്ളൂല. അതിൽ പോലും പറയുന്നുണ്ട്, വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി വഫീ ശഹരിഹാ വഫീ യൗമിഹാ അലാ ഖവാലിൽ ലിൽഉലമാഇ മർവിയ. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച കൊല്ലത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ ശഹരിഹാ, ജനിച്ച മാസമേതെന്ന് തർക്കമുണ്ട്. വഫീ യൗമിഹാ, ജനിച്ച ഡേറ്റ് ഏതെന്ന് തർക്കമുണ്ട്. അലാ ഖവാലിൽ ഉലമാ, പണ്ഡിത ലോകത്ത് വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. റബീഉൽ അവ്വൽ 2-നെന്ന്, 8-നെന്ന്, 10-നെന്ന്, 12, 17, 22, 18 എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഈ റബീഉൽ അവ്വൽ തന്നെയെന്ന് ഉറപ്പില്ല, റമളാനാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതാ വഫീ ശഹരിഹ എന്ന് പറഞ്ഞു ജനിച്ച മാസത്തെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അഭിപ്രായങ്ങൾ പലതുണ്ടെങ്കിലും, അഭിപ്രായങ്ങൾ പലതും വന്നിട്ടുണ്ടെങ്കിലും ആമുൽ ഫീലിൽ ഒരു റബീഉൽ അവ്വൽ 12-ന് ഖുബൈലൽ ഫജ്രി, ഫജ്റിന്റെ തൊട്ട് മുമ്പാണ് അവിടുത്തെ ജനനം എന്നതാണ് ഭൂരിപക്ഷവും എല്ലാവരാലും പ്രസിദ്ധമായ അഭിപ്രായമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസം അവിടുത്തെ ജനനത്തെ സംബന്ധിച്ച് അഥവാ ആ ഡേറ്റിനെ സംബന്ധിച്ച് ഒക്കെയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനന സമയത്ത് അതേ ചില കൃതികളിലൊക്കെ നമുക്ക് കാണാം, വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ
ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. എന്താ പറയുന്നത്? നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുകഴ്ത്താൻ എന്ന പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള മങ്കൂസ് മൗലൂദിലുള്ള ഒരു വരിയാണ്, വലദത്തുഹു, അവിടുത്തെ പ്രസവിച്ചത് മഖ്തൂനൻ, ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിലായിരുന്നു, മക്ഹൂലൻ, സുറുമയിടപ്പെട്ട നിലയിലുമായിരുന്നു, ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു, നല്ല പരമ്പരയും സഹീഹുമായ സനദോടുകൂടി വന്നിട്ടുള്ള ഹദീസിൽ ഇതൊക്കെ വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെ ഒരു സംഭവേ സ്വഹീഹായ ഹദീസിലില്ല. അവിടുത്തെ സംബന്ധിച്ച് ചേലാകർമ്മം ചെയ്യപ്പെട്ടതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള സർവ്വ ഹദീസുകളും ഒരുപാട് പോരായ്മകളുള്ള നിലക്ക് ദുർബലങ്ങളായ സംഭവങ്ങളാണ്. വേറെ ചില ദുർബല ഹദീസുകളിൽ ജിബ്രീൽ വന്നിട്ടാണ് ചേലാകർമ്മം ചെയ്തത് എന്നും പറയുന്നുണ്ട്. അതും ദഈഫാണ്. എന്നാൽ ഏഴാമത്തെ നാള് അബ്ദുൽ മുത്തലിബാണ് ചേലാകർമ്മം നടത്തിയത് എന്നും ദഈഫായ റിപ്പോർട്ടിലുണ്ട്. അതും സഹിയല്ല, ദഈഫായ റിപ്പോർട്ടിലുണ്ട്. അതിനെപ്പറ്റി പണ്ഡിതന്മാര് പറയുന്നത് എന്താ? എന്നാൽ ഇതാണ് അവിടുന്ന് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായി ജനിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് ഇതാണ്. കുറച്ചും കൂടി ഒരു തിരിയെങ്കിലും പരമ്പര മറ്റേനേക്കാണ്. ഇതും ശരിയല്ല. മറ്റേ പരമ്പരയുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഒരു ബല ഏതിനാണ്? ഇങ്ങനെ ഏഴിന്റെ അന്നങ്ങനെ അവിടുത്തെ ചേലാകർമ്മം നടത്തി എന്നതാണ്. ഇതൊക്കെ എന്താണ് പ്രമാണങ്ങളിൽ ഉള്ളതെങ്കിൽ നമ്മൾ അത് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പറയണം, അല്ലെങ്കിൽ അവിടുന്ന് പറയണം എന്റെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാ നമുക്ക് അതാണ് പ്രമാണം. ഇനി നോക്കൂ, അവിടുന്ന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരാരെങ്കിലും റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരാരെങ്കിലും പറയണം. ഒരുപാട് സംഭവങ്ങൾ അവിടുന്ന് ജനിച്ചു വീണപ്പോ മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചു കൊണ്ടിരുന്ന ക്ഷേത്രങ്ങളിലുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു എന്ന് പറയപ്പെടാറുണ്ട്. സാവ തടാകം വറ്റി വരണ്ടുപോയി, അതുപോലെ തന്നെ കിസ്ര കൊട്ടാരം വിറകൊണ്ടു, അഗ്നി പൊലിഞ്ഞുപോയി തുടങ്ങിയ ഒരുപാട് റിപ്പോർട്ടുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയ്ക്കൊന്നും ഒരു ശരിയായ കൃത്യമായ നിലക്കുള്ള പരമ്പരകൾ, പ്രിയമുള്ളവരെ, സ്വീകാര്യമായ നിലക്കുള്ള പരമ്പരയോടെയല്ല അവയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതൊന്നുമില്ലെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പോരായ്മയും ഇല്ല, ഒരു മഹത്വക്കുറവും ഇല്ല. ഇല്ലാത്തത് പറയേണ്ടതില്ല, ഉള്ളതൊന്നും നമ്മൾ ചുരുക്കി പറയേണ്ടതുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം, അതെ, ആ ജനനം നടന്ന് അവിടുത്തെ ജനനത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ജനിച്ചു വീഴുമ്പോ തന്നെ ബാപ്പയില്ലാത്ത അഥവാ പിതാവ് മരണപ്പെട്ട നിലക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാർത്ഥത്തിൽ അനാഥനായിക്കൊണ്ടാണ് അവിടുന്ന് ജനിച്ചു വീഴുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉമ്മ ആമിന ഗർഭം ധരിച്ച കാലഘട്ടത്തിൽ ഗർഭിണിയായിരിക്കെയാണ് ബാപ്പ അബ്ദുൽ മുത്തലിബിന്റെ നിർദ്ദേശം. ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് മകനായ അബ്ദുള്ളയെ ഇന്ന് മദീന എന്നറിയപ്പെടുന്ന അന്ന് യസ്രിബ് എന്ന് പേരുള്ള സ്ഥലത്തേക്ക് ഒരു കച്ചവടാവശ്യാർത്ഥം പറഞ്ഞയച്ച് അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ അമ്മാമന്മാരുടെ കുടുംബത്തിൽ വെച്ച് തന്നെയാണ് അബ്ദുള്ള മരണപ്പെട്ടത് എന്നും, അങ്ങനെ അബ്ദുള്ള മരണപ്പെട്ട കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആമിന ഗർഭം ധരിച്ചിരുന്ന കാലമായിരുന്നു എന്നുമൊക്കെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. എന്തായിരുന്നാലും അവിടുന്ന് ജനിച്ചപ്പോൾ ഉപ്പയില്ല, ഉപ്പയെ കണ്ടിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയാണുള്ളത്. 6ാമത്തെ വയസ്സായപ്പോൾ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട്. മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള ഒരു പ്രദേശമായ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അമ്മാവന്മാരുടെ കുടുംബത്തിലേക്ക് പോയി തിരിച്ചു വരുന്നതിനിടക്ക് മദീനയിൽ നിന്നും മടങ്ങിപ്പോരുന്ന, യസ്രിബിൽ നിന്നും മടങ്ങിപ്പോരുന്ന വഴിക്ക് അബവാ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ ആമിന അവിടെ വെച്ച് മരണപ്പെടുകയായുണ്ടായത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിക്കാം. പിന്നീട് അവിടുത്തെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പയാണ്. 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന പിതാമഹനും അഥവാ ഉപ്പാപ്പയും മരണപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തികച്ചും അക്ഷരാർത്ഥത്തിൽ അനാഥനായ ആ ഒരു 6-5-8 വയസ്സിനുള്ളിൽ നടന്ന ചില സംഭവങ്ങളുണ്ട്. അഥവാ അവിടുത്തേക്ക് മുലയൂട്ടിയ ഉമ്മമാരുണ്ട്. അവരിൽ പ്രസിദ്ധയായ ഉമ്മയാണ് സുവൈബത്തുൽ അസ്ലമിയ. സുവൈബത്തുൽ അസ്ലമിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുലയൂട്ടിയ അറബികൾക്ക് പണ്ടൊരു പാരമ്പര്യമുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ മുലയൂട്ടാൻ നല്ല രൂപത്തിലുള്ള ബുദ്ധിശക്തിയും തന്റെ ഇടവും ഒക്കെയുള്ള കുട്ടികളായി തീരാൻ വേണ്ടി പല വിധത്തിലുള്ള ഉമ്മമാരുടെ, നല്ല പേരുകേട്ട ഉമ്മമാരുടെ സമീപത്തേക്ക് മുലയൂട്ടാൻ വേണ്ടി കുട്ടികളെ വിട്ടുകൊടുക്കും.
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുലയൂട്ടിയ പ്രധാനപ്പെട്ട രണ്ടുമ്മമാരുണ്ട്. ഒന്ന് സുവൈബത്തുൽ അസ്ലമിയ, മറ്റൊന്ന് ഹലീമത്തു സഅദിയ. ഈ ഹലീമത്തു സഅദിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു അത്ഭുത സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 4ാമത്തെ വയസ്സിലാണ്. അത്ഭുതകരമായ ഒരു ശസ്ത്രക്രിയ, ഒരു ഓപ്പറേഷന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയനായി. 4 വയസ്സാകുന്നേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അതേ അവിടുത്തെ ചെറുപ്പത്തിൽ നടന്ന സംഭവം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ അതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ സമീപിച്ചു. വഹുവ യൽഅബു മഅൽ ഗിൽമാൻ, കുട്ടികളുടെ കൂടെ അവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്രായമായി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ് പറയുന്നത്. ഫഅഖദഹു, കുട്ടിയെ പിടിച്ചു. ഫസറഅഹു, അവിടെ കിടത്തി. ഫശഖ അൻ ഖൽബിഹി, ഹൃദയം നെഞ്ച് കീറി. ഫസ്തഖറജൽ ഖൽബ, ഹൃദയം പുറത്തേക്കെടുത്തു. ഫസ്തഖറജ മിൻഹു അലഖ, എന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം, ഒരു മാംസപിണ്ഡം, ഒരു കഷ്ണം അതിൽ നിന്ന് എടുത്ത് പുറത്തേക്കെറിഞ്ഞു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദാ ഹല്ലു ശൈത്താനി മിൻക, ഇത് താങ്കളിലുള്ള ശൈത്താന്റെ വിഹിതമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ള ശൈത്താനിയത്തിന്റെ മുഴുവൻ രൂപങ്ങളും പ്രവാചകനിൽ നിന്ന് നേരത്തെ നീക്കം ചെയ്ത് ശുദ്ധീകരിച്ചു എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടുത്തെ നിർമ്മലമായ ജീവിതം, നുബുവത്തിന്റെ മുമ്പുമുള്ള നിർമ്മലമായ അവിടുത്തെ പവിത്രമായ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. സുമ്മ ഗസലഹു, പിന്നീട് ഹൃദയത്തെ ജിബ്രീൽ അലൈഹിസ്സലാം കഴുകി. ഫീ തസ്തിൻ മിൻ ദഹബിൻ ബിമാഇ സംസം, സംസം വെള്ളം കൊണ്ട്, സ്വർണ്ണത്തളികയിൽ നിറച്ച സംസം വെള്ളം കൊണ്ട് ആ ഹൃദയത്തെ കഴുകി ക്ലീനാക്കി ശുദ്ധീകരിച്ചു. സുമ്മ ലഅമഹു, പിന്നീട് ആ മുറിവ് കൂട്ടി. സുമ്മ ആദഹു ഫീ മകാനിഹി, അത് കൂട്ടിയിട്ട് അതിന്റെ സ്ഥാനത്തേക്ക് വെച്ചു. എല്ലാം ക്ലിയറായി പഴയതുപോലെയാക്കി മാറ്റി. അങ്ങനെ വജാഅൽ ഗിൽമാനു യസ്ഊന ഇലാ ഉമ്മിഹി, ഇത് കണ്ടു നിൽക്കുന്ന കുട്ടികൾ പേടിച്ച് അന്നത്തെ പോറ്റുമ്മയായ ഹലീമത്തു സഅദിയയുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഖദ് ഖുതിൽ, മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു, മുഹമ്മദിനെ കൊന്നിരിക്കുന്നു എന്നവർ പറയാൻ തുടങ്ങി. ഫസ്തഖ്ബലൂഹു, അവരെല്ലാവരും ഓടി വന്നു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിൽ കിടക്കുന്നു. അങ്ങനെ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അവിടുത്തെ ആ ഓപ്പറേഷൻ നടന്ന അടയാളം, അവിടുത്തെ നെഞ്ചിൽ അതിന്റെ ഒരടയാളം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമിൽ 431-ാമത്തെ നമ്പറാണെന്നാണ് എന്റെ ഓർമ്മ. ആ ഹദീസിൽ നമുക്ക് ഈ സംഭവം രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അവിടുത്തെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു ഇത്. ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്താണ്. അപ്പോഴേ ശുദ്ധീകരണ പ്രക്രിയ നടത്തി തികച്ചും ഒരു പ്രത്യേകമായ ഒരു സുരക്ഷിതത്വവും പ്രത്യേകമായ ഒരു കാവലിലുമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നു വരുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വളർന്ന് അബ്ദുൽ മുത്തലിബിന്റെയും ശേഷം പിന്നീട് അവിടുത്തെ സംരക്ഷണം നടത്തുന്നത് അബൂ താലിബാണ്. അബൂ താലിബ് ഈ കാലത്ത് വലിയ സമ്പന്നനൊന്നുമല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നോക്കണം, കുടുംബവും കഴിയണം. അങ്ങനെ അബൂ താലിബിന് സഹായം എന്ന നിലക്ക് അബൂ താലിബ് കൂടെ കൂട്ടാറുണ്ട് കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ. സിറിയയിലേക്ക്, അന്നത്തെ ഷാം എന്ന് പറയുന്ന ഇന്നത്തെ സിറിയ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കച്ചവടത്തിനൊക്കെ പോകുമ്പോൾ കുട്ടിയെ ഒപ്പം കൂട്ടാറുണ്ട്. ആ അവസരത്തിൽ അബൂ താലിബിന്റെ പ്രയാസം മനസ്സിലാക്കിയിട്ടാവാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും എന്നെയും കൂടി പോറ്റണ്ടേ, അതുകൊണ്ട് പലപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ചില ജോലിയൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ചെറുപ്പത്തിലേ ചെയ്തിരുന്നു എന്നാണ്. അബൂ താലിബിന് സഹായം എന്ന നിലക്ക് മക്കക്കാർക്ക് ആടുമേച്ച് കൂലി മേടിച്ചിരുന്നു എന്നാണ്. ആര്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആടുമേച്ച് പ്രവാചകന്മാർ അങ്ങനെ ആടുമേച്ചൊക്കെ ജീവിച്ചതിൽ നമുക്ക് മനസ്സിലാകാത്ത വേറെയും യുക്തിയൊക്കെ ഉണ്ടാവാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ വറഅൽ ഗനം, ഒരു നബിയെയും അല്ലാഹു നിയോഗിച്ചിട്ടില്ല, മുഴുവൻ നബിമാരും ആടുമേച്ചിട്ടുണ്ട്.
അപ്പൊ എന്തിനാ അള്ളാഹ് ഇതൊരു പരിശീലനമായിരിക്കാം. ഈ ആട് മേക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ക്ഷമ വേണം. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ പോകുള്ളൂ. അപ്പൊ ഇത് സമൂഹത്തെ നയിക്കാനുള്ള ഒരു ട്രെയിനിങ് മുമ്പേ എല്ലാ നബിമാർക്കും ഏതാണ്ട് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പല പണ്ഡിതന്മാരും ഹിക്മത്ത് പറഞ്ഞു കാണാം. അല്ലാഹു ആലം. എന്താ ആവട്ടെ, എല്ലാ പ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി ബുഖാരിയിലുള്ള ഹദീസിൽ കാണാം. ഇത് കേട്ട സഹാബിമാർ ചോദിച്ചു, നബി നിങ്ങളും ചെയ്തിട്ടുണ്ടോ? നിങ്ങളും അങ്ങനെ ആട് വെച്ചിട്ടുണ്ടോ? ഞാൻ അതെ, ഞാനും ആട് മേച്ചിട്ടുണ്ട്. വെറുതെ മക്കയിലുള്ള ആളുകളോട് ഓരോ ഖീറാത്ത് കൂലി നിശ്ചയിച്ചിട്ട് ഞാനും മേക്കാൻ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. അപ്പൊ ചെറുപ്പത്തിലേ ഒരു സ്വന്തം കാലുമ നിൽക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ള ആളാണ്. ചെറുപ്പത്തിലേ സ്വയം തൊഴിൽ ചെയ്ത് ശീലിച്ച ഒരാളാണ്. മാത്രല്ല തൊഴിൽ ചെയ്ത് സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തിയ ആളല്ല. കിഡ്നിന്നൊക്കെ മറ്റുള്ളവരെ കാര്യത്തിലൊക്കെ ഇടപെടും. അതുപോലെ തന്നെ പ്രയാസമുള്ളവർക്കൊക്കെ സഹായിക്കും, ബുദ്ധിമുട്ടുന്നവരെയൊക്കെ സഹായിക്കും. ചെറുപ്പത്തിലേ അതാണ് ശീലം. അതുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലായപ്പോഴാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചോടി ഖദീജ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയെ സമീപിച്ചപ്പോ നമ്മുടെ ഉമ്മ ആദ്യം തന്നെ എന്താ പറയുന്നത്? നിങ്ങൾ പേടിക്കണ്ട, അള്ളാഹ് നിങ്ങളെ ഒരിക്കലും കൈവടിയൂല. കാരണം എന്താ പറഞ്ഞത്? ഇന്നക ലതഹ്മിലുൽ കല്ല വതുക്സിബുൽ മഅദൂമ വതഖരിൽ ലൈഫ വതുഈനു അലാ നവായിബിൽ ഹഖ്. നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഖദീജ ഉമ്മ ബീവി പറഞ്ഞു, നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഇല്ലാത്തവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നയാളല്ലേ, അതിഥികളെ ആദരിക്കുന്നയാളല്ലേ, കാലവിപത്തുകളിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, വിഷമമുള്ള ആളുകളുടെ വിഷമം ദൂരീകരിക്കാൻ വേണ്ടത് സഹായിക്കുന്നയാളല്ലേ. അള്ളയൊന്നും നിങ്ങളെ ഒരിക്കലും കൈവടിയൂല. ഇപ്പോന്ന് മാത്രല്ല ഒരു കാലത്തും അങ്ങയെ അള്ളാഹു ഒരിക്കലും അപമാനിക്കൂല, നിന്ദിക്കൂല എന്ന് നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമാശ്വസിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അത് വെറും വാക്കല്ല, അവിടുത്തെ ആ ജീവിതം ശരിക്കാണ് പഠിച്ചു മനസ്സിലാക്കി കേട്ടിട്ട് പറഞ്ഞ അഭിപ്രായമാണ്. അങ്ങനെ ചെറുപ്പത്തിലേ ആ നിലക്ക്, നല്ല നിലക്ക്. ഇനി അവിടുത്തെ സാംസ്കാരികമായ ജീവിതവും സ്വഭാവങ്ങളൊക്കെ എന്തായിരുന്നു? ഇതിലേറെ മാറ്റുകൂട്ടിയ പവിത്രമായ നിലക്കായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അത്തരം കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കളങ്കമേശാത്ത വ്യക്തിത്വത്തെക്കുറിച്ച് നന്നായി പഠിക്കുകയും അവിടുത്തോടുള്ള സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലും എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഹബീബിനോടുള്ള സ്നേഹം നിലനിർത്തുക. സർവശക്തൻ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഈമാനോടുകൂടെയുള്ള അന്ത്യം റബ്ബ് നമുക്കെല്ലാം വിധിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.